ഇടുക്കി ചക്രമുടിയിലെ അനധികൃത ഭൂമി കയ്യേറ്റങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 4 പട്ടയങ്ങൾ റദ്ദാക്കിയതായി റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അനധികൃതമായി കയ്യേറിയ 13.79 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചുപിടിച്ചതായും മന്ത്രിയുടെ ഓഫീസ്. മാനസയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. മാനസ, ഈ കയ്യേറ്റങ്ങൾ തിരിച്ചറിഞ്ഞ പശ്ചാത്തലത്തിൽ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തിയിരുന്നു. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനം. തീർച്ചയായും അല്ല. ഇത്തരത്തിൽ ഇടുക്കി ചക്രമുടിയിലെ ഭൂമി കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് അന്വേഷണത്തിന് നിർദ്ദേശം നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് അനധികൃതമായി ഭൂമി കയ്യേറ്റം നടന്നതായി സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയ അപാകതകൾ ചൂണ്ടിക്കാട്ടി കുറ്റാരോപിതരുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നാല് പട്ടയങ്ങൾ റദ്ദാക്കിയതായി റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. ഈ റദ്ദാക്കിയ പട്ടയങ്ങൾ 4 ദേവികുളം താലൂക്കിലെ ബൈസൺ വാലി വില്ലേജിൽ ഉൾപ്പെടുന്നതാണ്. അനധികൃതമായി കയ്യേറിയ 13.79 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചുപിടിച്ചതായും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ കയ്യേറ്റക്കാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന അറിയിപ്പും മന്ത്രിയുടെ ഓഫീസ് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. അന്ന, ശരി. ചക്രമുടിയിൽ അനധികൃത ഭൂമി കയ്യേറ്റങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 4 പട്ടയങ്ങൾ റദ്ദാക്കിയതായി റവന്യൂ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. സബ് കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. മാനസ മനോജ് വിവരങ്ങൾ നൽകിയത്.